നമസ്കാരം. വാൽപ്പാറ അപകടം പ്രവചിച്ചു അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയെന്ന് അവകാശപ്പെടുന്ന യുവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വൈറൽ. ടെലിപ്പതി വഴിയാണ് താൻ ഈ അപകടം മുൻകൂട്ടി കണ്ടതെന്നാണ് യുവതിയുടെ അവകാശവാദം. അപകടം നടക്കുന്നതിന് 6 ദിവസം മുമ്പ് തന്നെ താൻ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നുവെന്ന് യുവതി അവകാശപ്പെടുന്നു. RV മായ 007 എന്ന ഇൻസ്റ്റാ പേജിലാണ് ഈ പോസ്റ്റ് വന്നത്. പോസ്റ്റിലെ ഉള്ളടക്കം ഇങ്ങനെ: ഒരു വലിയ അപകടം, ബസ് കൊക്കയിൽ മറിഞ്ഞ് 3 കുട്ടികളടക്കം 16 പേരോളം ഈ അവധിക്കാലത്ത് മരിക്കുന്നത് കാണുന്നു എന്നായിരുന്നു യുവതിയുടെ മുൻപത്തെ പോസ്റ്റിലെ ഉള്ളടക്കം. ഇറ്റ്സ് ടെലിപ്പതി. വരാൻ പോകുന്ന ഒരു കാര്യം ടെലിപ്പതിയായി കണ്ടു. അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി പോസ്റ്റ് ഇട്ടു. അത് സത്യമാകാം, അല്ലാതെയുമാകാം. സത്യമായും നടക്കാതെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തായാലും അവധിക്കാലത്തും അല്ലാതെയും യാത്ര തിരഞ്ഞെടുക്കുന്നവർ നന്നായി ശ്രദ്ധിച്ചു പോയി വരിക. അപകടത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ താൻ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റ് പ്രയോഗിച്ചതായും അതിൻ്റെ ഫലമായിട്ടാണ് മരണസംഖ്യ കുറഞ്ഞതെന്നും യുവതി തൻ്റെ പുതിയ പോസ്റ്റുകളിൽ പറയുന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ നമ്പറും തൻ്റെ വണ്ടിയുടെ നമ്പറും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ചും യുവതി പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. മാക്സിമം ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഒഴിവാക്കാൻ കൂടുതൽ പറ്റിയേനെ, ഇല്ലെങ്കിൽ ഇനിയും അതിൻ്റെ തീവ്രത കുറഞ്ഞേനെ. പോസ്റ്റ് കാണുന്നവർ ഇനിയെങ്കിലും ടെലിപ്പതി പോസ്റ്റ് ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ എന്നെ സഹായിക്കൂ പ്ലീസ്. എനിക്ക് ഡിപ്രഷൻ താങ്ങാനാവുന്നില്ല. ഏറ്റവും ഒടുവിൽ മറ്റൊരു പോസ്റ്റിൽ അവർ ഇങ്ങനെ പറയുന്നു: ഈ അപകടം കൃത്യമായി മുൻകൂട്ടി കണ്ട് താൻ പോസ്റ്റ് ഇട്ടിട്ടും ആരും ശ്രദ്ധിച്ചില്ലെന്നും തൻ്റെ 7K ഫോളോവേഴ്സ് ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പോസ്റ്റ് കണ്ട് കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചേനെയെന്നും തീരാ നഷ്ടമായെന്നും മറ്റൊരു പോസ്റ്റിൽ യുവതി പറയുന്നു. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നാണ് RV മായ 007 എന്ന ഇൻസ്റ്റാ പ്രൊഫൈലിൽ വിശദീകരിക്കുന്നത്. RV റൈഡേഴ്സ് വ്ളോഗ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനലുമുണ്ട്. മൂന്നാർ പവർ ഹൗസ് വളവിൽ അജ്ഞാത രൂപം, മൂന്നാംപാറയിലെ ആത്മാക്കളുടെ കഥ, ഹോണ്ടഡ് പ്ലേസസ് ഇൻ കേരള, പ്രേതം വന്ന് പണികിട്ടി, തിരുവനന്തപുരം സുമതി വളവ്, ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ അനുഭവത്തിലൂടെ തുടങ്ങിയ നിരവധി വീഡിയോകളും ഈ ചാനലിൽ ഇവർ പങ്കുവച്ചിട്ടുണ്ട്. യുവതിയുടെ പോസ്റ്റുകൾക്ക് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളും എത്തുന്നുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളില്ലാത്ത ഇത്തരം ടെലിപ്പതി അവകാശവാദങ്ങൾ വെറും അന്ധവിശ്വാസമാണെന്നും അപകടം നടന്ന ശേഷം പഴയ പോസ്റ്റുകൾ എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ആകസ്മികമായി സംഭവിച്ചതോ ആകാം ഇതെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. ഇത്തരം പോസ്റ്റുകൾ ആളുകളിൽ അനാവശ്യ ഭീതി പടർത്താൻ കാരണമാകുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പൊള്ളാച്ചി വാൽപ്പാറ റോഡിലെ 13-ാം ഹെയർപിൻ വളവിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന മിനിവാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് 9 മലയാളികളാണ് മരിച്ചത്. മലപ്പുറത്ത് നിന്ന് വിനോദയാത്രയ്ക്ക് എത്തിയ അധ്യാപക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 7 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടുന്നു. മലപ്പുറം പാങ്ങച്ചേണ്ടി പാറമൽ LP സ്കൂളിലെ അധ്യാപക സംഘത്തിൻ്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളൊന്നും ഉപയോഗിക്കാതെ 2 പേർ തമ്മിൽ തലച്ചോർ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുക എന്നതാണ് ടെലിപ്പതിയുടെ ലളിതമായ വിശദീകരണം. ടെലിപ്പതി യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ശക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ സ്ഥിരീകരണവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചാരണങ്ങളെ വിവേകത്തോടെയാണ് സമീപിക്കേണ്ടത്. 1882 ഫ്രെഡറിക് മേഴ്സ് എന്ന പണ്ഡിതനാണ് ടെലിപ്പതി എന്ന വാക്ക് മുന്നോട്ട് വെക്കുന്നത്. മയേഴ്സ് കൂടി അംഗമായ സൊസൈറ്റി ഓഫ് ഫിസിക്കൽ റിസർച്ചാണ് ഈ വാക്കിന് വലിയ പ്രചാരം നൽകി തുടങ്ങിയത്. ഇവരുടെ ശ്രമഫലമായി അന്നത്തെ പാശ്ചാത്യ നാടുകളിൽ ടെലിപ്പതിയെക്കുറിച്ചുള്ള മിത്തുകൾ വളരെയേറെ പ്രചരിച്ചു. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് മെന്റലിസ്റ്റായ വാഷിംഗ്ടൺ ഇർവിംഗ്, സ്റ്റുവർട്ട് കുംബർലാൻഡ് എന്ന മറ്റൊരു മജീഷ്യൻ തുടങ്ങിയവർ ടെലിപ്പതി എന്ന സംശയം തോന്നിക്കാവുന്ന പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇവർ നിരീക്ഷണവും മറ്റു ചില നൈപുണ്യങ്ങളും ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം നടത്തിയത്. ശാസ്ത്രീയമായ നിരവധി പരീക്ഷണങ്ങൾ ടെലിപ്പതിയെപ്പറ്റി നടത്തിയിട്ടുണ്ടെങ്കിലും ഇവയൊന്നും ഫലപ്രാപ്തി നേടിയിട്ടില്ല. എന്നാൽ ധാരാളം സയൻസ് ഫിക്ഷൻ നോവലുകളിലും മറ്റും ഇതേപ്പറ്റി പരാമർശമുണ്ട്.